നമസ്കാരം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും വൈറ്റ് ഹൌസിൽ വെച്ച് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ട്രംപിന് നൽകിയ ഒരു ബ്രീഫ് കേസിലെ വസ്തുക്കളെ ചൊല്ലിയാണ് വിവാദം ആരംഭിച്ചത്. വൈറ്റ് ഹൌസ് പുറത്തുവിട്ട ചിത്രത്തിൽ അസീം മുനീർ ഒരു ബ്രീഫ് കേസിൽ വർണ്ണാഭമായ കല്ലുകൾ ട്രംപിന് കാണിച്ചു കൊടുക്കുന്നതായി കാണാം. ഈ കല്ലുകൾ റെയർ എർത്ത് ധാതുക്കളുടെ സാമ്പിളുകൾ ആണെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലെ ഖനികളിൽ നിന്നും ലഭിച്ച അപൂർവ ഇനം ധാതുക്കളാണ് ഇവയെന്ന് പല പാക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഈ റിപ്പോർട്ടിനെ തുടർന്ന് പാകിസ്ഥാൻ സെനറ്റർ ഐമൽ വാലി ഖാൻ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ അസീം മുനീറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. റെയർ എർത്ത് സാമ്പിളുകൾ നൽകിയെന്ന വാർത്ത ശക്തമായ സമയത്തു തന്നെയാണ് പാകിസ്ഥാൻ സൈനിക എഞ്ചിനീയറിംഗ് സ്ഥാപനമായ ഫ്രോണ്ടിയർ വർക്ക്സ് ഓർഗനൈസേഷൻ US സ്ട്രാറ്റജിക് മെറ്റൽസ് എന്ന അമേരിക്കൻ കമ്പനിയുമായി $500 മില്യൺ ധാതു പരിവേഷണത്തിനും വിതരണത്തിനുമുള്ള ധാരണാപത്രം ഒപ്പുവെച്ചത്. റെയർ എർത്ത് ലോഹങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാർ നിലവിൽ ചൈനയാണ്. ഈ നിർണായക ധാതുക്കൾക്ക് വേണ്ടിയുള്ള അമേരിക്കയുടെ ചൈനീസ് ആശ്രിതത്വം കുറയ്ക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ വൻതോതിലുള്ള ധാതുശേഖരം അമേരിക്കയ്ക്ക് വാഗ്ദാനം ചെയ്യുകയായിരുന്നു. അമേരിക്കയുമായി പുതിയ സൈനിക വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പാക് സൈനിക മേധാവിയെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്ന് വിശേഷിപ്പിച്ചതും പാകിസ്ഥാൻ അമേരിക്ക ബന്ധം ദൃഢമാകുന്നതിന്റെ സൂചനയായി കണ്ടു. ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാനാണ് പെട്ടിയിലെ സസ്പെൻസിന് വിരാമമിട്ട് രംഗത്തെത്തിയത്. അസീം മുനീർ ട്രംപിന് നൽകിയത് റെയർ എർത്ത് സാമ്പിളുകളല്ല, അത് രത്ന അയിരുകളായിരുന്നു എന്നാണ് ചൈനയുടെ സ്ഥിരീകരണം. പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം ചൈനയെ ബാധിക്കില്ലെന്നും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള അയൺ ക്ലാഡ് സൗഹൃദം ശക്തമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള പാകിസ്ഥാന്റെ വ്യാപാരം ചൈനയുടെ താൽപ്പര്യങ്ങൾക്ക് ഹാനികരമാകില്ലെന്ന് പാകിസ്ഥാൻ തങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്ന് ചൈനീസ് വക്താവ് സൂചിപ്പിച്ചു. അതേസമയം പാകിസ്ഥാന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ത് എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. റെയർ എർത്ത് എന്ന ചൈനയുടെ കുത്തകയെ മറികടക്കാനുള്ള ഒരു നയതന്ത്ര നീക്കമായിരുന്നോ ഇത്? അതോ ചൈനയുടെ സഹായത്തോടെ ഈ രഹസ്യം പുറത്തു വന്നതിന് പിന്നിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങളുണ്ടോ? ലോകം ഉറ്റുനോക്കിയ ആ പെട്ടിയിലെ രഹസ്യം ഇപ്പോൾ പുറത്തു വരുമ്പോൾ പാകിസ്ഥാൻ അമേരിക്ക ചൈന ബന്ധത്തിൽ ഇത് എന്ത് ചലനമുണ്ടാക്കുമെന്ന് കണ്ടറിയണം.